നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ കല്യാണം കാണാൻ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. അതിനാണല്ലോ വന്നിരിക്കുന്നത് ഞാൻ. നമ്മുടെ ഇവിടെ ഉത്സവത്തിന്റെ 5-ാം ദിവസം രുക്മിണി സ്വയംവരം എന്നാണ് പറയുന്നത് കേട്ടോ. അത് കാണാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. എന്റെ അമ്മയും അച്ഛനും ഒക്കെ ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളാണ്. എന്നും പറഞ്ഞ് ഞങ്ങൾ നേരത്തെ ഒന്നും വരാറില്ല, കറക്റ്റ് കഴിക്കുന്ന സമയമാകുമ്പോഴേ എന്നും വരാറുള്ളൂ. ഇന്ന് പിന്നെ കല്യാണം ആയതുകൊണ്ട് നമ്മൾ നേരത്തെ വരണമല്ലോ. ഞങ്ങൾ ശരിക്കും പെൺകൂട്ടരാണോ ചെറുക്കൻകൂട്ടരാണോ എന്നറിയാത്തൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് ഇവിടെ. കാത്തിരിപ്പിന് അവസാനം പെണ്ണും വീട്ടുകാരും കൂടെ നാദസ്വരവും താലപ്പൊലിയും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് ഉണ്ണിക്കണ്ണൻ. ഇവനാണ് ഭയങ്കര ഹാപ്പിയിലാണ് ഇന്ന്, കാരണം ഇവന്റെ കല്യാണമാണല്ലോ ഇന്ന്. അങ്ങനെ ഉണ്ണിക്കണ്ണനും രാധ എല്ലാരും കൂടെ മണ്ഡപത്തിലൊക്കെ ഇരുന്നിട്ടുണ്ട്. ആ പിങ്ക് ഡ്രസ് ഇട്ട് രാധയുടെ കൂട്ടുകാരിക്കാണ് കേട്ടോ ഇവരുടെ കല്യാണത്തിന് ഏറ്റവും സന്തോഷം. അവളായിരുന്നു ഫുൾ ടൈം ഹാപ്പിയിൽ. പണ്ട് ഞാനും ഇതേപോലെ രുക്മിണി ആയിട്ടൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. പക്ഷെ അന്ന് ഇത്ര ഗ്രാൻഡ് പരിപാടിയല്ലായിരുന്നു. ബൈ കല്യാണമായിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ കല്യാണം പോലെ തന്നെ, അത്ര ഗ്രാൻഡ് ആയിട്ടല്ലെങ്കിലും ഏകദേശം അതൊക്കെ പോലെ തന്നെയാണ് നടത്തിയത്. പരസ്പരം മാലയൊക്കെ ഇട്ട് തന്നെയാണ് കല്യാണം നടത്തിയത്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹാപ്പി ആയിട്ട് നേരെ ഞങ്ങളുടെ പഴയ സ്ഥലത്ത് പോയിരിക്കാൻ നോക്കുകയാണ്. എങ്ങനെ എത്തിപ്പെടണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അത്രമാത്രം വെയിലായിരുന്നു. എങ്ങനെയൊക്കെയും ഞങ്ങൾ ലാസ്റ്റ് എത്തി. ഞങ്ങൾ അവിടെ ചെന്ന് ഇരിക്കാൻ ആദ്യം ഒരു സ്ഥലമാണ് ഒപ്പിച്ചത്. ഇരിക്കാൻ സ്ഥലം ഒപ്പിച്ച് കഴിയുമ്പോൾ ഈ പന്ന പറട്ട കാക്ക കറക്റ്റ് ഞങ്ങളുടെ തലയുടെ മേളിൽ തന്നെ വന്നു. ഇനി എന്നെ കുറച്ച് ഷോ ആവാ അല്ലേ. അപ്പൊ ഇന്നത്തെ ഷോയ്ക്ക് കട്ടൻ വീണിരിക്കുകയാണ്. നമുക്ക് കഴിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് കല്യാണം ആയതുകൊണ്ട് തന്നെ ഒരു മിനി സദ്യയാണ് വിത്ത് പായസം. അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒരു വിധത്തിൽ നടക്കാനാവാതെ ഞാനും ചേച്ചിയും കൂടെ തിരിച്ച് വെയിലത്ത് അതേ സ്പീഡിൽ വീട്ടിലേക്ക് പോവുകയാണ്. ടുനു ഇന്ന് വന്നില്ല. ടുനുവിനായിട്ടുള്ള പായസം ഞങ്ങൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.